നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. നിങ്ങൾ അലസനല്ല. യു ആർ നോട്ട് ലേസി. യു ആർ ജസ്റ്റ് ബോർഡ്. നിങ്ങളുടെ തലച്ചോറോ ഡോപ്പമീൻ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു വസ്തു. ഡോപ്പമീൻ എന്താണെന്ന് അറിയാലോ? നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമീൻ. മോട്ടിവേഷനും കാരണമാകുന്നത് ഡോപ്പമീൻ തന്നെയാണ്. ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വാഡാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. അതേസമയം മോട്ടിവേറ്റ് ചെയ്യിക്കാനും അതേസമയം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ് ഡോപ്പമീൻ. സോ എങ്ങനെയാണ് നിങ്ങളൊരു ഡോപ്പമീൻ അഡിക്റ്റഡ് ബ്രെയിനിനെ ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നത്? അതായത് പഠിക്കുന്നതോ തുണി കഴുകുന്നതോ അങ്ങനത്തെ ടാസ്കുകളല്ല. നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത് ഡോപ്പമീൻ എന്ന് പറയുന്നത് വണ്ടിക്ക് പെട്രോൾ അടിച്ചിട്ട് പോകുന്നത് പോലെയാണെന്നാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നിന്ന് അടിച്ചിട്ട് പോവും, പെട്രോൾ തീരുമ്പോൾ വീണ്ടും അടിക്കും. പക്ഷെ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല. നിങ്ങൾ ആക്ഷൻ എടുത്ത് കഴിയുന്നതിന് കിട്ടുന്ന ഒരു റിവാർഡാണ് മോട്ടിവേഷൻ. സോ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളെ പാത്രം കഴുകുന്നത് പോലും അഡിക്റ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് റിവാർഡാണെങ്കിൽ വാട്ട് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്? അതിൻ്റെ ഉത്തരമാണ് ചെറിയ ചെറിയ വിജയങ്ങൾ, ടൈനി വിൻസ്, മൈക്രോ റിവാർഡ്സ്. ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സും വിജയങ്ങളും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. സോ അതിൻ്റെ മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡോപ്പമീന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്തിരിക്കാൻ പറ്റുന്നതും പഠിക്കുന്ന പുസ്തകം ഒരു 2 മിനിറ്റ് പോലും നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റാത്തതും. ഇൻസ്റ്റാഗ്രാം ഓർ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റൻറ്റ് ഡോപ്പമീൻ ആണ്. അൺപ്രഡിക്റ്റബിൾ റിവാർഡ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ദാറ്റ് ട്രിഗേഴ്സ് ഡോപ്പമീൻ ലൂപ്പ് ഇൻ യുവർ ബ്രെയിൻ. ബുക്ക് തുറന്ന് പഠിക്കുന്നതിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഡോപ്പമീൻ ഹിറ്റ് ഇല്ല, ടൈനി വിൻസ് ഇല്ല. സോ ഞാൻ പഠിച്ച കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഡോപ്പമീനെ റിമൂവ് ചെയ്യുന്നതിന് പകരം ഡോപ്പമീനെ ജസ്റ്റ് റീഡയറക്റ്റ് ചെയ്താലോ? പഠിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഗെയിം ലെവൽ ബീറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ബ്രെയിനിനെ തോന്നിപ്പിച്ചാലോ? ഇതൊക്കെ മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, അത് വർക്കാവുന്നത് വരെ. സോ ഇതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ടു റിച്വൽ നമ്പർ 1, ദ കൗണ്ട് ഡൗൺ. ഞാൻ എനിക്ക് തന്നെ 5 സെക്കൻഡ് സമയം കൊടുക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഒരു എക്സ്ക്യൂസും ഇല്ല. ജസ്റ്റ് 5, 4, 3, 2, 1. കാരണം നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തന്നെ പല എക്സ്ക്യൂസസും കണ്ടെത്തും അത് ഡിലേ ചെയ്യിക്കാൻ വേണ്ടി. സോ ദാറ്റ് ബ്രിങ്സ് മീ ടു റിച്വൽ നമ്പർ 2, ദ മ്യൂസിക്. ഞാൻ ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുമ്പോൾ, തുണി കഴിയുമ്പോഴോ ഇമെയിൽസ് എഴുതുമ്പോഴോ ഒക്കെ മ്യൂസിക് സൗണ്ട് ട്രാക്കുകൾ വെക്കും. അതായത് മോട്ടിവേഷണലും ഇൻസ്പിറേഷണലുമായ സൗണ്ട് ട്രാക്കുകൾ. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ പഠിപ്പിക്കുകയാണ് ഇതൊരു ബോറിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ല, കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ആൻഡ് യുവർ ബ്രെയിൻ ഡസൻ കെയർ അബൌട്ട് റിയാലിറ്റി. അത് ഇമോഷനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ പാട്ട് കേൾക്കുന്നതിലൂടെ ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരു മ്യൂസിക് കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. നൗ റിച്വൽ നമ്പർ 3, ദ മൈക്രോ ഗെയിം ലൂപ്പ്. ഞാൻ എൻ്റെ എല്ലാ ടാസ്കുകളും ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, 1 മണിക്കൂർ പഠിക്കാനിരിക്കണമെങ്കിൽ 5 മിനിറ്റ് പഠിക്കാൻ പ്ലാൻ ചെയ്യുക. 200 പേജസ് എഴുതാനുണ്ടെങ്കിൽ വെറും 20 പേജ് മാത്രം എഴുതാൻ പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ആ സമയം കഴിയുമ്പോഴത്തേക്കും നിർത്തുക. എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പോലും. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ തന്നെ ഒരു ക്രേവിംഗ് ലൂപ്സ് ബിൽഡ് ചെയ്യുകയാണ്. ദ സെയിം വേ സോഷ്യൽ മീഡിയ ആൻഡ് ഗെയിംസ് വർക്ക്, ആൻഡ് ദിസ് ടൈം ഇറ്റ്സ് വർക്കിംഗ് ഫോർ യു, നോട്ട് എഗെയിൻസ്റ്റ് യു. സോ നിങ്ങളിങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെക്കുന്നതിലൂടെ ഒന്നെങ്കിൽ നിങ്ങൾ നിർത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തോന്നും. ഇങ്ങനെയാണ് ക്രേവിംഗ് ലൂപ്സ് വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ നിർത്തും, അതിൽ പ്രശ്നമില്ല. കാരണം നിങ്ങൾ ക്രേവിംഗ് ലൂപ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടി എല്ലാം ചേഞ്ച് ചെയ്ത് തന്നൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇങ്ങനെ പറയുന്നതിന് പകരം എനിക്കത് ചെയ്യാനുണ്ട്, അതിന് പകരം ഞാൻ ഈ ആക്ടിവിറ്റിയെ എങ്ങനെ ഫണ്ണും എൻ്റർടൈനിങ് ആക്കി മാറ്റാം എന്ന് ചിന്തിച്ച് നോക്കുക. ആൻഡ് വൈ ദിസ് വർക്ക്സ് ഇസ് ബിക്കോസ് യുവർ ബ്രെയിൻ ലവ്സ് എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ ബോറിംഗ് വർക്കുകൾ ഒരു ചലഞ്ചായിട്ട് എപ്പോൾ ഏറ്റെടുക്കുന്നു, നിങ്ങളുടെ ബ്രെയിൻ ക്യൂരിയസ് ആവുന്നു. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് മോട്ടിവേഷനെ കാട്ടിയും ഒരു സ്ട്രോങ്ങർ ഫോഴ്സാണ്. സോ ഇതൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിൽ ഇത് മാത്രം ഓർക്കുക. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ഒരു ശത്രു അല്ല, അതിന് എൻ്റർടൈൻമെൻ്റ് ആണ് ആവശ്യം. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾ അതിനെ എൻ്റർടൈൻ ചെയ്യിക്കുക. മ്യൂസിക് ഉപയോഗിക്കുക, കൗണ്ട് ഡൗൺ ഉപയോഗിക്കുക, വീടായിട്ടുള്ള റിച്വൽസ് ഉപയോഗിക്കുക, ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ഒരു ഗെയിം ലെവൽ തീർക്കുന്നത് പോലെ തോന്നിപ്പിക്കുക. സോ ഇൻ ഷോർട്ട്, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, അതൊരു പസിലാണ്. അതിനെ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? ക്രിയേറ്റിവിറ്റി, ഇമോഷൻ ആൻഡ് ബ്രെയിൻ ഹാക്സ്. സോ നിങ്ങളുടെ ബ്രെയിനിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ ഇതേപോലുള്ള വിയേർഡായിട്ടുള്ള സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള വഴികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്.